നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വി.ഡി. സതീശന് ഇന്ന് 62-ാം വയസ്സ്. പിറന്നാൾ ആശംസകളുമായി കേരളം നിറയുമ്പോൾ ഇതാ സാക്ഷാൽ തുഷാർ വെള്ളാപ്പള്ളി സതീശൻ്റെ ഓഫീസിലെത്തി അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. 62-ൽ എത്തി നിൽക്കുന്ന വി.ഡി. സതീശൻ പക്ഷെ ജെൻസി പിള്ളേർക്ക് ഹരമാണ്. ജെൻസി തലമുറയോട് സംവദിക്കുന്നതാണ് സതീശൻ്റെ ശൈലി. വാഹന മോഡിഫിക്കേഷൻ തുടങ്ങി എന്തെല്ലാം പ്രയോഗങ്ങൾ. ഇന്ന് ഔദ്യോഗിക ജന്മദിനം, യഥാർത്ഥ പിറന്നാൾ കർക്കടകത്തിലെ ചതയ ദിനത്തിൽ. ഔദ്യോഗിക രേഖകളിൽ ഇന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വർഷം കളയാതെ സ്കൂളിൽ ചേരാൻ എഴുതി ചേർത്ത ദിനം. കേരളത്തിൻ്റെ 1-ാം നമ്പർ കസേരയിൽ സതീശനിരിക്കുമ്പോൾ ഒട്ടനവധി വെല്ലുവിളികൾ അദ്ദേഹത്തിന് മുന്നിലുണ്ട്. അധികാരം ആളുകളെ തന്നിലേക്ക് അടുപ്പിക്കുമെന്ന് സതീശന് വ്യക്തമായി അറിയാം. അതിൻ്റെ പ്രതിഫലനമാണ് ഇപ്പോൾ തുഷാർ വെള്ളാപ്പള്ളിയുടെ ഈ സന്ദർശനം. സതീശൻ തൻ്റെ സുഹൃത്താണെന്നും സത്യപ്രതിജ്ഞയ്ക്ക് തന്നെ പലവട്ടം വിളിച്ചിരുന്നു എന്നും തുഷാർ വെള്ളാപ്പള്ളി വെളിപ്പെടുത്തുന്നു. കേരളത്തിന് മുന്നിൽ SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനോടും NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരോടും യുദ്ധം ചെയ്ത് വെല്ലുവിളിച്ച് നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് വി.ഡി. സതീശൻ. മുഖ്യമന്ത്രി കസേരയിലിരിക്കുന്ന വി.ഡി. സതീശനെ പൂർണ്ണമായി ഒഴിവാക്കി തൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് വെള്ളാപ്പള്ളിക്കറിയാം. അതുകൊണ്ടാണ് ആദ്യ ദൂതനായി തുഷാർ വെള്ളാപ്പള്ളിയെ സതീശനടുക്കലേക്ക് വെള്ളാപ്പള്ളി അയച്ചിരിക്കുന്നത്. ഇനി സാക്ഷാൽ വെള്ളാപ്പള്ളി തന്നെ വി.ഡി. സതീശനെ കാണുമെന്ന് ഇന്ന് തുഷാർ പറയുകയും ചെയ്തു. ഇപ്പോഴും മസിൽ പിടിച്ചിരിക്കുന്നത് നമ്മുടെ സുകുമാരൻ നായരാണ്. സുകുമാരൻ നായർ ഇങ്ങോട്ട് വന്ന് കാണുമോ അതോ വി.ഡി. സതീശൻ അങ്ങോട്ട് ചെന്ന് കാണുമോ? എന്തായാലും ഒരു മഞ്ഞുരുകൽ അത് അനിവാര്യമാണ്. ഭരിക്കുന്ന സതീശനും ഭരിക്കപ്പെടേണ്ട സുകുമാരൻ നായർക്കും അത്തരമൊരു മഞ്ഞുരുകൽ അനിവാര്യവും. സതീശന് കളിയറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ഏറെ ജനപ്രിയനായത്. പിണറായി വിജയൻ എന്ന കൾട്ട് താഴെ വീണുടഞ്ഞു കിടക്കുന്നു. അവിടെയാണ് സതീശൻ എന്ന ജനകീയൻ്റെ പിറവി. ഈ പിറന്നാൾ ദിനത്തിൽ വി.ഡി. സതീശനോട് ഓർമ്മിപ്പിക്കാൻ ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് മുന്നിൽ ഇരമ്പുന്ന ഈ ആൾക്കൂട്ടം മുമ്പൊരിക്കൽ പിണറായി വിജയന് വാഴ്ത്തുപാട്ടുകളുമായി ഓടിക്കൂടിയിരുന്നു. ഇതിനേക്കാൾ 10 മടങ്ങ് ശക്തിയിലുള്ള വാഴ്ത്തുപാട്ടുകൾ കേട്ടുകൊണ്ടാണ് പിണറായി തൻ്റെ ഭരണം തുടങ്ങിയത്. എന്നാൽ കേരളത്തിലെ ജനങ്ങളെ ചവിട്ടിമെതിച്ച് അധികാരാർത്ഥി അദ്ദേഹത്തിന് മേൽ പത്തി വിരിച്ചപ്പോൾ അദ്ദേഹത്തിന് ജനങ്ങളുടെ മേലുള്ള ആ സ്നേഹം അത് നഷ്ടപ്പെട്ടു. അധികാരം അഹങ്കാരത്തിൻ്റെ അടയാളമാക്കി പിണറായി വിജയൻ മാറ്റിയത് കാലക്രമേണയാണ്. അതിൻ്റെ തുടക്കം ചെറുചലനങ്ങളിൽ നിന്ന് ആദ്യം തന്നെ നമുക്ക് ബോധ്യപ്പെട്ടു. പിണറായി വിജയൻ്റെ വീഴ്ചയുടെ മുഴുവൻ ക്രെഡിറ്റും വി.ഡി. സതീശൻ എന്ന ജനകീയ നേതാവിന് അവകാശപ്പെടാൻ കഴിയില്ല. പിണറായി വിജയനെ വീഴ്ത്തിയതിന് പിന്നിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഒട്ടനവധി വ്യക്തികളുടെ പോരാട്ടമുണ്ട്. ആ പോരാട്ടങ്ങൾ മറന്ന് ഇന്ന് സതീശൻ തനിക്കൊപ്പമുള്ളവരെ ചേർത്ത് പിടിക്കുമ്പോൾ പലതും മറന്നു പോകരുത്. പ്രഖ്യാപനങ്ങൾ കയ്യടിക്ക് വേണ്ടിയാണോ അതോ ആത്മാർത്ഥതയോടെയുള്ളതാണോ എന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. സതീശനെ ഇന്ന് ജനങ്ങൾ കയ്യടിയോടെയാണ് വരവേൽക്കുന്നത്. വി.ഡി. സതീശൻ ഏത് വിമാനത്താവളത്തിൽ വന്നിറങ്ങുമ്പോഴും ജനങ്ങൾ അദ്ദേഹത്തിന് വലിയ കയ്യടികൾ നൽകുന്നു. സെക്രട്ടേറിയറ്റിൽ നിന്ന് പുറത്തേക്ക് സഞ്ചരിക്കുമ്പോൾ വഴിയരികിൽ നിന്ന് കൊച്ചുകുട്ടികൾ വരെ അദ്ദേഹത്തിന് ടാറ്റ കാണിക്കുന്നു. അതൊരു കൗതുകമുണർത്തുന്ന കാഴ്ചയാണ്. ജനാധിപത്യത്തിൽ ഒരു സാധാരണക്കാരൻ മുഖ്യമന്ത്രിയായി എന്ന തോന്നൽ ഇപ്പോൾ ജനങ്ങളുടെ മനസ്സിലുണ്ട്. ഇമേജിൻ്റെ തടവറയിലേക്കുള്ള യാത്ര നിങ്ങൾ ആരംഭിക്കരുത്. അവിടെ ഒരുപക്ഷെ തെറ്റുകൾ പറ്റും. വെളുക്കച്ചിരിച്ച് കണ്ണിറുക്കി ജനങ്ങളെ ഒപ്പം ചേർക്കാൻ വി.ഡി. സതീശൻ എന്ന ജനകീയ നേതാവിന് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മുഖത്തെ ഭാവം ജനത്തിനേറെ ഇഷ്ടമാണ്. ആ മുഖത്ത് നിഷ്കളങ്കതയാണ് എന്ന് ജനം വിശ്വസിക്കുന്നു. അതിലപ്പുറം ആത്മാർത്ഥതയുടെ ഒരു വിയർപ്പ് തുള്ളി അദ്ദേഹത്തിൻ്റെ നെറ്റിയിലുണ്ട് എന്ന് ജനം തിരിച്ചറിയുന്നു. പണം കൊടുത്തു വാങ്ങുന്ന PR സ്റ്റണ്ടുകളുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. സതീശൻ മുഖ്യമന്ത്രി ആയതിനു പിന്നിൽ ചില PR സ്റ്റണ്ടുകളുണ്ട് എന്ന് ഞങ്ങൾ മറക്കില്ല. എന്നാൽ അതിലപ്പുറം നിങ്ങളുടെ ആത്മാർത്ഥത ഭരണതലത്തിൽ സതീശൻ തെളിയിക്കണം. ഒരു പ്രോഡക്റ്റിനെ സൂപ്പർ ബ്രാൻഡാക്കാൻ നമ്മുടെ PR സ്റ്റണ്ടുകൾക്ക് കഴിയും. സതീശൻ എന്ന സൂപ്പർ ബ്രാൻഡ് ഇപ്പോൾ കേരളത്തിന് വലിയ അഭിമാനമായി മാറിയിരിക്കുന്നു. അതിനൊരൊറ്റ കാരണം മാത്രമാണുള്ളത്: പിണറായി വിജയൻ എന്ന ഏകാധിപതിയുടെ അഹങ്കാരം നിറഞ്ഞ ഭരണവാഴ്ച. അത് ജനങ്ങൾ അത്രയേറെ വെറുത്തിരുന്നു. അവിടെ നിന്ന് ജനകീയതയിലേക്കുള്ള ദൂരം നിങ്ങൾ കുറച്ചു. ഒരൊറ്റ കാര്യം ഈ പിറന്നാൾ ദിനത്തിൽ സതീശൻ ഓർക്കണം. എന്തുകൊണ്ട് കേരളത്തിലെ MLA-മാരിൽ ഭൂരിപക്ഷം സതീശനൊപ്പം നിലയുറപ്പിച്ചില്ല? സതീശൻ കോൺഗ്രസിലെ MLA-മാരെ പാട്ടിലാക്കാൻ ശ്രമിച്ചില്ല, മറിച്ച് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചു എന്നൊക്കെ PR സ്റ്റണ്ടിൻ്റെ ഭാഗമായി നമുക്ക് പറയാം. ആത്മാർത്ഥതയോടെ നിങ്ങൾക്കൊപ്പമുള്ളവരെ ചേർത്ത് പിടിക്കുമ്പോൾ നിങ്ങൾ വലിയ നേതാവാകുന്നു. അവിടെയാണ്
ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരെ ഇനി ആ ചേരിയിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യകതയും. ഇതൊരു ചേരിവൽക്കരണത്തിന് വേണ്ടിയല്ല, മറിച്ച് നിങ്ങളുടെ ജനകീയ അടിത്തറ വളർത്തേണ്ടത് കൂടുതൽ MLA-മാരുടെ പിന്തുണയോടെ. VD സതീശൻ ഒരു പൊയ്മുഖമാകരുത് എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. VD സതീശനിൽ നിന്ന് പിണറായിയിലേക്ക് എത്ര ദൂരം എന്ന് ലെൻസ് വെച്ച് നോക്കുകയാണ് സൂക്ഷ്മ ദൃക്കുകളായ ചിലർ. ആ അകലം ഏറെയുണ്ട് എന്ന് വിശ്വസിക്കാനാണ് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ചില തിരുത്തലുകൾ VD സതീശന് അഭിമാനിക്കാം. മുഖ്യമന്ത്രിയെ അപമാനിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട സ്കൂൾ പ്രിൻസിപ്പലിനെ സസ്പെൻഡ് ചെയ്ത നടപടി അത് അന്യായമായിരുന്നു എന്ന് പച്ചയ്ക്ക് പറയേണ്ടിയിരിക്കുന്നു. എന്നാൽ VD സതീശൻ ഇടപെട്ട് ആ സസ്പെൻഷൻ ഉത്തരവ് പിൻവലിച്ചു. ഈ സസ്പെൻഷൻ ഉത്തരവ് പിൻവലിച്ചത് VD സതീശൻ എന്ന മുഖ്യമന്ത്രിയുടെ മഹാമനസ്കത കൊണ്ടല്ല, മറിച്ച് ജനങ്ങളുടെ വിമർശനങ്ങൾ കേട്ട് അദ്ദേഹത്തിന് അപകടം മനസ്സിലായതുകൊണ്ടാണ്. അതുതന്നെയാണ് ഒരു ജനാധിപത്യത്തിന് വേണ്ടത്, അതുതന്നെയാണ് ഒരു ജനകീയ നേതാവിന് വേണ്ടത്. വിമർശനങ്ങൾ സഹിഷ്ണുതയോടെ കേൾക്കാനുള്ള മനസ്സ്. അത് VD സതീശനുണ്ട് എന്ന് കേരളം വിശ്വസിക്കുന്നു. ആറ്റിങ്ങൽ മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ S. ജവാദിനെയാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഇക്കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തത്. വിഷയത്തിൽ മുഖ്യമന്ത്രിയോ ഓഫീസോ പരാതി നൽകിയിരുന്നില്ല. എങ്കിലും എല്ലാം ജനങ്ങൾക്കറിയാം. മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ളവർ തന്നെയാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് ആ പ്രിൻസിപ്പലിനെ സസ്പെൻഡ് ചെയ്യാൻ ആവശ്യപ്പെട്ടത്. അതിനെ തുടർന്ന് സസ്പെൻഷൻ. ഇന്നലെ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ VD സതീശൻ പച്ചക്കള്ളം പറഞ്ഞു. ആ പ്രിൻസിപ്പൽ ഫേസ്ബുക്കിൽ പങ്കുവച്ചത് തൻ്റെ നഗ്ന ഫോട്ടോ എന്നൊക്കെ സതീശൻ തട്ടിവിട്ടത് ശുദ്ധ പോഷ്കാണ്. ജനങ്ങളുടെ സ്നേഹമാണ് ഏറ്റവും വലിയ കരുത്ത്. മുഖ്യമന്ത്രിയായി ആ കസേരയിലിരിക്കുമ്പോൾ നിങ്ങളുടെ അധികാര ധാർഷ്ട്യം കാട്ടേണ്ടത് നടപടികളിലൂടെയല്ല. 2 സസ്പെൻഷനുകൾ VD സതീശനെ പിണറായി വിജയനിൽ നിന്നുള്ള ദൂരം വളരെയേറെ കുറച്ചിരുന്നു. അപ്പോൾ പരിഭ്രമിച്ചു പോയ ജനങ്ങൾ ഇപ്പോൾ ആശ്വസിക്കുന്നു. തിരുത്തലുകൾക്ക് താൻ തയ്യാറാണ് എന്ന സന്ദേശം കേരളം കയ്യടിയോടെ ഉൾക്കൊള്ളുന്നു. ഇക്കഴിഞ്ഞ ദിവസം E. ശ്രീധരൻ മുഖ്യമന്ത്രി സതീശനുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ അതിവേഗ റെയിൽ പദ്ധതി ചർച്ച ചെയ്യപ്പെട്ടു. ഈ പദ്ധതി ആവിഷ്കരിക്കാൻ പോകുന്നു എന്ന തലത്തിൽ സതീശൻ നടത്തിയ ചില പരാമർശങ്ങൾ. വേണ്ടത്ര അവധാനതയോടെ കാര്യങ്ങൾ പഠിച്ച് അത് കേരളത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്ന മുഖ്യമന്ത്രിയായിരിക്കും കേരളം ഇഷ്ടപ്പെടുക. അതല്ലാതെ കച്ചവടത്തിൻ്റെ കണ്ണുകൾ ഏതെങ്കിലുമൊക്കെ പദ്ധതിക്ക് പിന്നിലുണ്ട് എങ്കിൽ അത്തരം ചതിക്കുഴികളിൽ അങ്ങ് ചെന്ന് വീഴരുത്. E. ശ്രീധരൻ്റെ പദ്ധതിയെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. എന്നാൽ E. ശ്രീധരനെ മുൻനിർത്തി ചില വൻതോക്കുകൾ ഇതിനിടയിൽ കളിക്കുന്നുണ്ടോ എന്ന സംശയം സതീശൻ ബുദ്ധികൂർമ്മതയോടെ പരിശോധിക്കണം. VD സതീശൻ്റെ പത്രസമ്മേളനങ്ങൾ ഉശിരുള്ളതാണ്. തൻ്റെ മൗനത്തിന് പിന്നിലുള്ള കാരണങ്ങൾ ഇന്നലെ മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം വിശദീകരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ സത്യസന്ധത നമുക്ക് കാണാൻ കഴിഞ്ഞു. എന്നാൽ മറുവശത്ത് തന്നെ വിമർശിക്കുന്നവരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ആ ന്യായീകരണം, അതിൽ അപകടത്തിൻ്റെ മൂർച്ചയുണ്ട് എന്നപ്പോൾ തന്നെ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു. VD സതീശൻ എന്ന ഭരണാധികാരി ചിലതൊക്കെ മറന്നുപോകുന്നുവോ എന്ന സംശയം. UDF ഒരു ടീമാണ്, ആ ടീം സ്പിരിറ്റാണ് പുലർത്തേണ്ടത് എന്ന് അദ്ദേഹം പലവട്ടം പറഞ്ഞിരുന്നു. എന്നാൽ UDFൽ ഇപ്പോൾ ഏകോപനമില്ല എന്ന് UDF നേതാക്കൾ തന്നെ പരിഭവം പറയുന്നു. മന്ത്രിമാരൊക്കെ ഓരോ തുരുത്തിലിരുന്ന് തങ്ങളുടെ ഭരണം തുടരുന്നു. അവർക്കിഷ്ടമുള്ളവരെ ആ മന്ത്രി ഓഫീസിലേക്ക് തിരികെ കയറ്റുന്നു. കോൺഗ്രസ് പാർട്ടി ഔദ്യോഗികമായി പിണറായി വിജയൻ സർക്കാരിനെ മറിച്ചിടാൻ ശ്രമിച്ച കേരളത്തിലെ ഏറ്റവും നല്ലവരായ ആളുകളെ ഒത്തുപിടിക്കാൻ ഒരുങ്ങുന്നില്ല. ഇവിടെ ശിങ്കിടികൾക്ക് മാത്രമാണ് പല അവസരങ്ങളും വീണ് കിട്ടുന്നത്. ഇനി കോർപ്പറേഷൻ വീതം വെപ്പും ശിങ്കിടികൾക്ക് വേണ്ടിയുള്ളതായി മാറരുത്. VD സതീശനും KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും തമ്മിലുള്ള മുഖ്യമന്ത്രി പോര്, അതിൽ മൂവരെയും സഹായിച്ച ഒട്ടനവധി ആളുകളുണ്ട്. VD സതീശന് വേണ്ടി യുദ്ധം ചെയ്യാൻ നിന്ന പ്രവർത്തകരെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ തിരികെ കയറ്റി അവർക്ക് ഉപഹാരം നൽകേണ്ട ആവശ്യകത സതീശനറിയാം. ഇവിടെ പോലീസിൻ്റെ അടിയേറ്റ് നിലത്ത് വീണ പല കോൺഗ്രസ് പ്രവർത്തകരുടെയും കണ്ണീര് വീഴും എന്നങ്ങ് മറക്കരുത്. ആരാണോ അർഹിക്കുന്നത് അവർക്ക് മാത്രം സ്ഥാനമാനങ്ങൾ നൽകണം. അതിനുവേണ്ടി UDFൽ കൃത്യമായ ചർച്ചകളുണ്ടാവണം, അതിൽ ഏകോപനമുണ്ടാകണം. ഇന്നലകളിൽ ഇടതുപക്ഷ സർക്കാരിനെ മറിച്ചിടാൻ ഏറ്റവും കൂടുതൽ സഹായിച്ച B. അശോക് IASനെ പോലെയുള്ളവരെ നിങ്ങൾ മറക്കരുത്. അദ്ദേഹത്തിൻ്റെ സസ്പെൻഷൻ പിൻവലിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഒരു ഘട്ടം കഴിഞ്ഞാൽ ഇതൊക്കെ ചില പൊട്ടിത്തെറികളിലേക്ക് കടക്കും. അത്തരം അപകട സാധ്യതകൾ വിളിച്ചു വരുത്തരുത്. സതീശൻ എന്ന ജനകീയ നേതാവിനുള്ള കയ്യടി തുടരട്ടെ. അദ്ദേഹത്തിൻ്റെ ഓരോ പ്രഖ്യാപനങ്ങൾക്കും കൂടുതൽ കരുത്ത് വരട്ടെ. അഭിനന്ദനങ്ങൾ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.